കണി കാണണ്ടേ? വാ. പതുക്കെ പതുക്കെ. ആ പടിയുണ്ട്, സൂക്ഷിച്ച്. നോക്കമ്മായി. വാവയ്ക്ക് വേണ്ടേ കൈനീട്ടം? ആ പിന്നെയോ വേണം. വാവയ്ക്കുള്ളതും കൂടി അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഹലോ, പയ്യനെ ഒന്നിനും കൂടി മേടിക്കേണ്ടി വരും. കറവൊക്കെ പറ്റിയില്ലേ? കുട്ടികളൊക്കെ വന്ന നേരല്ലേ? ആ ചാരായൊക്കെ നിർത്തിയിട്ട് നിന്റെ കുടിക്കൊരു കുറവില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ട്. ആ നിന്റെ പെണ്ണിനെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരണം. ഗോപാല, സുഖല്ലേ? സുഖം തന്നെ, സുഖം തന്നെ. ആ ആദ്യത്തെ കണി ഞാനല്ലല്ലോ. ആയാലെന്താ, ഇത്തവണ ഏറ്റവും വലിയ വിഷുക്കണി കൊണ്ട് തന്നത് നീയല്ലേ? കൈനേട്ടം തരേണ്ടത് നിനക്കന്നെയാ. എന്നാ മേടിച്ചോ, മടിക്കണ്ട, മേടിച്ചോ. സീതയല്ലേ? കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ. ആ സൂക്ഷിച്ചിറങ്ങണേ. സീതേ, സുമി, വീട്ടിൽ ചെന്നപ്പോ നീ അമ്പലത്തിൽ പോയിന്ന് പറഞ്ഞു. ജോലി കിട്ടിയെന്ന് അറിഞ്ഞു. പ്രൈവറ്റ് കമ്പനിയിലാ. എവിടെ ആയാലും എന്താ, നല്ല ശമ്പളം ഉണ്ട്. സർക്കാർ ജോലിയും കാത്തിരുന്ന മൂത്ത് നിറയ്ക്കുള്ളൂ. എന്താ നിന്റെ കല്യാണക്കാരിയൊക്കെ? ഓ, കല്യാണം ചൊവ്വാദോഷല്ലേ, വരുന്നതൊന്നും ചേരുന്നില്ല. ഒക്കെ ശരിയാവുന്നേ. ശരിയായില്ലെങ്കിൽ ഞാനും നിന്റെ വഴി നോക്കും, അത്ര തന്നെ. എവിടെ അവന്റെ തന്തപ്പടി? എല്ലാം പറയാം. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഉണ്ണി വരും. വരും, അതെനിക്കുറപ്പാ. എങ്കിലും ഇത്രയും നാള് തീ കൊണ്ടുള്ള കളിയാ, സൂക്ഷിക്കണ കുട്ടികളെ. ഉറങ്ങിക്കാണും മോളെ. ഒരുപാട് രാത്രിയായില്ലേ? അമ്മായി, വാവ ആരെ പോലെ ഇരിക്കും? ഉണ്ണിമാമനെ പോലിരിക്കും. എന്റെ കാര്യം കൂടി പറഞ്ഞോളൂ തന്റെ ദൈവത്തോട്. എന്തിനാ പറയുന്നേ? ഇയാൾക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ കുറച്ചു ദൂരം സൈക്കിളില്? ഏയ്, ഞാനില്ല. ആരെങ്കിലും കാണും. ഇവിടെ അങ്ങ് ആരുമില്ല. നീ വാ, കേറ്. വാ നീ. അവിടെ ഇവിടെ.
പോ. പിടിച്ചിരുന്നോ? പതുക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു. ബ്രേക്കിലൂടെ, ബ്രേക്കിലൂടെ. വരാൻ പറ്റിയോ? മുറിഞ്ഞല്ലോ. ഞാൻ നടന്നു പോയിക്കോളാം. ഇനി വീടില്ല, ഞാനല്ലേ പറഞ്ഞു. വാ. സൂക്ഷിച്ച്. ആ. മതി, ഇനി ഞാൻ നടന്നു പോയിക്കോളാം. പോട്ടെ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, അമ്മേ 56, ഡാ, 56, കണ്ണൊന്ന് തെറ്റിയാ മതി എണ്ണം തെറ്റിക്കാൻ. 59, 60, 61, 62, എന്താ മോളെ നിന്റെ കയ്യില്? 64, വരുന്ന വഴി കല്ലിത്തട്ടി വീണതാ. വേഗം ചെന്ന് മുറിവ് വഴി മരുന്നിട്. 69, 70, 71, 72, 73, 74, 75, 76, 77, 78. അമ്പലത്തിൽ നിന്ന് വരണ വഴിക്ക് മോളൊന്ന് വീണു. ഉം. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ യാത്ര? സൈക്കിളോ? വെറുതെ വീണതൊന്നുമല്ല, ഉണ്ണിയുടെ ഒപ്പം സൈക്കിളിലായിരുന്നു യാത്ര. തെക്കേടത്തെ മീനാക്ഷിയുടെ ചെക്കനായിട്ടുള്ള പരിചയം പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്റെ മോൾ അതിലപ്പുറം എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിയേക്കണം. അതൊന്നും താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല മോളെ. ചന്ദ്രമാമ വീട്ടിൽ വന്നിരുന്നു. അടുത്താഴ്ച മകൻ വരുന്നുണ്ടത്രേ. ഈ വരവി കല്യാണം നടത്താന്ന് അച്ഛൻ വാക്ക് കൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ഉം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന്. അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാവുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ബോംബെയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ, കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുതു മുടങ്ങണം. അച്ഛനെയും അമ്മയും പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യാ? കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. 10 മണിയാകുമ്പോ ഉണ്ണിയേട്ടന് എത്തുമെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല. അമ്മൊക്കെ പോയിട്ടില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാം.
ആ താടി അങ്ങോട്ട് കളഞ്ഞോളാ. മീശ അവിടെ നിന്നോട്ടെ കേട്ടോ. ഓ. മോള് വന്നപ്പോ ആളാകെ മാറിപ്പോയല്ലോ. ഇതൊരു പുതിയ ജന്മ ശങ്കരപ്പിള്ളേ. ആ വീട്ടിൽ കയറണല്ലേ? പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയെ ഒന്ന് കാണാനാ. പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേ മറന്നെന്റെ രാഘവൻ നായരെ. ഞാനും ഒന്ന് പുറത്തേക്കാ. നാടും നാട്ടുകാരെ കണ്ടിട്ട് എത്ര കാലായി. എന്നാ ഞാൻ നടക്കട്ടെ. അസുഖമൊന്നുമില്ലല്ലോ തിരുമേനി? സുഖല്ലേ? എന്താ നേരെ മക്കളെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഇങ്ങനെ കണ്ടടം നിരങ്ങി അടക്കാതെ മക്കളുടെ കൂടെ നിന്നൂടെ? നിർത്തണ്ട മോനെ. ഉള്ളതെല്ലാം നേരത്തെ വീതം വെച്ച് കൊടുത്തോണ്ടല്ലേ. ആ സാരമില്ല, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. വല്ലതും കഴിച്ചോ? കള്ളു കുടിക്കരുത്. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടിക്കണം. പാലും പഴവും കൈകളിലേന്തി, പാലും. 4 കൊല്ലം രാവേട്ടം ഇല്ലാത്തോണ്ടേ ആകെ ഒരു തണുത്ത മട്ടായിരുന്നു. ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ മുമ്പിലുണ്ടാവും. മതി. എന്താ മതി. രാഘവേട്ട മുമ്പിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റൊരു കൊമ്പനാന? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ സീതേന്റെ കെട്ടിയോനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഒരു വിവരമില്ലുമ്മ. കോട്ടപ്പുറത്തെ ഷെറീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോംബെലവന് നല്ല പിടിപാടാ. എവിടെ ഉണ്ടല്ലോ അവൻ കണ്ടുപിടിക്കും. കുടുംബക്കാരാലോചിച്ച് നിക്കാഹ് നടത്തണമെന്ന് പറയുമ്പോ കുട്ടികൾക്ക് കളിയാ. ആ ഓരോന്ന് പെരുമ്പളെ പഠിക്കുള്ളൂ. ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ? വിശപ്പില്ലുമ്മ. വിശപ്പില്ലാത്തോണ്ടൊന്നല്ല, ഞാൻ വെക്കണതൊന്നും എനിക്ക് പിടിക്കാത്തോണ്ടാ. വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് വിളമ്പി തരാൻ ഒരുത്തീനെ കൊണ്ടുവരാൻ പറഞ്ഞ ഇന്ന് തിന്നാൻ വരും.